ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ഡയറക്ടർ, CEO, പിന്നെ എൻ്റെ സഹോദരന്മാരായ ഡോക്ടർമാരെ, കൂട്ടത്തിൽ ഫ്രാൻസിസ് ഏട്ടനെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഇത് ആരംഭിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഇടത്തും വലത്തും കൈയായിരുന്നവരാണ് AV ഫ്രാൻസിസും PO ജെയിംസും. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ മുന്നോട്ട് പോകില്ലായിരുന്നു. ഊർജം പകർന്നത് അവരാണ്. എല്ലാ ദിവസവും ഇവർ രണ്ടുപേരും വരും, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്താണ് എന്ന് മെഡിക്കൽ കോളേജ് പഠിച്ച ഒരാൾക്കറിയാം. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും ഞങ്ങൾ പഠിച്ചത് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ്. എത്രയോ മാതൃകാപരമായ അധ്യാപകരും ടീച്ചിങ് മെത്തഡോളജിയും എല്ലാമുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന് ഇവിടെ പുതിയൊരു സ്ഥാപനം ആരംഭിക്കണമെന്ന് അഭിമന്യ ആർച്ച് ബിഷപ്പ് തൂമ്പുഴി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം കാലിക്കറ്റിൽ നടക്കുന്ന പ്രവർത്തനങ്ങളുടെ സങ്കീർണത വളരെയധികം മനസ്സിലാക്കിയിരുന്നുകൊണ്ടാണത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതാണ്, ടീച്ചിങ് സ്റ്റാഫിനെ കിട്ടുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഒരു പ്രത്യേക സംഭവം, ഇത് ദൈവത്തിൻ്റെ പരിഗണന എന്നുള്ള നിലയ്ക്ക് ആരംഭിക്കാനിരുന്ന ഒരു മെഡിക്കൽ കോളേജ് ആ മാനേജ്മെൻറ്റ് വേണ്ടെന്ന് വയ്ക്കുകയും അവിടെയുള്ള എല്ലാ സ്റ്റാഫിനെയും, പ്രൊഫസർമാർ, അസോസിയേറ്റ് തുടങ്ങിയ എല്ലാ ഡെസിഗ്നേഷൻസിലെല്ലാവരും ഇങ്ങോട്ട് വന്ന് ചേരുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു കോളേജ് തുടങ്ങാനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായി. അങ്ങനെ കോളേജ് തുടങ്ങി. ഇതിൻ്റെ ബ്രഹ്മാണ്ഡമായ ചെലവും കാര്യങ്ങളുമൊക്കെ ദൈവത്തിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. കാരണം മനുഷ്യന് സാധ്യമല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇത്ര കോടി രൂപ ഒക്കെ സംഘടിപ്പിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഗൾഫിലും സ്വദേശത്തുമുള്ള ധാരാളം നല്ല മനുഷ്യർ നമ്മെ സഹായിച്ചതുകൊണ്ടാണ് ഇത്രത്തോളം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചത്. ആദ്യമായി തന്നെ ഞാൻ നമ്മുടെ സ്റ്റാഫിനെയും സ്റ്റുഡൻസിനെയും പ്രിൻസിപ്പൽ, ഡയറക്ടർ തുടങ്ങിയ എല്ലാവരെയും അനുമോദിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിലെ കോളേജുകളിൽ വെച്ച് ഇവിടെ സിലക്ഷൻ കിട്ടുന്നതിൻ്റെ തോതിൽ അവലോകനം ചെയ്തപ്പോൾ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് 8ാം സ്ഥാനത്തെത്തിയെന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. കാരണം വെല്ലൂർ മെഡിക്കൽ കോളേജിന് പോലും സാധിക്കാത്ത ഒരു അച്ചീവ്മെൻറ്റാണ് നമുക്ക് നേടാൻ കഴിഞ്ഞത്. അതിന് ഞാൻ പ്രത്യേകമായിട്ട് എല്ലാവരെയും, സ്റ്റാഫിനെയും സ്റ്റുഡൻസിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും മറ്റെല്ലാവരെയും നന്ദിയോടെ അനുസ്മരിക്കുന്നു. അപ്പോൾ അഭിമന്യ പിതാക്കന്മാർ ഇതിൻ്റെ പിന്നിൽ വളരെയധികം താല്പര്യപൂർവ്വമുണ്ട് എന്നുള്ളത് നമുക്കൊരു ശക്തിയാണ്. അതുകൊണ്ട് ഇനിയും കൂടുതൽ നേട്ടങ്ങൾ, ഉയരങ്ങൾ തേടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കോളേജിൽ അടുത്ത കാലത്തൊന്നും ഒരു അച്ചടക്ക പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആദ്യത്തെ ഒരു വർഷമൊക്കെ റാഗിങ് എന്ന പേരിലൊക്കെ ചെറിയ അസ്വസ്ഥതകൾ, പക്ഷേ താരതമ്യേന കുറവായിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു പശ്ചാത്തലം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്. അതിനെക്കുറിച്ച് അവർ വളരെ അവെയറാണ്. വളരെയധികം ദേ ആർ പ്രൗഡ് ഓഫ് ദാറ്റ്. ഇവിടെ ജൂബിലിയിൽ പഠിക്കുക എന്ന് പറയുന്നത് ഇപ്പോഴും 10,000ങ്ങളുടെ ഒരു സ്വപ്നമാണ്. ഇപ്പോൾ നീറ്റ് എക്സാമിനേഷൻ്റെ ഒക്കെ റിസൾട്ട് വന്ന് മറ്റ് കാര്യങ്ങൾ വരുമ്പോഴേക്കും ഒരു കേരളത്തിലെ ഒരു പൊതു സംസാരം തന്നെ ജൂബിലിയിലെ റാങ്കിനെ കുറിച്ചാണ്. ജൂബിലിയിലെ റാങ്ക് എവിടെ എത്തി നിൽക്കുന്നു, എൻ്റെ കുട്ടിക്ക് എത്രയുണ്ട്, അങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ സുതാര്യമായി പഠിപ്പിക്കാനും അതുപോലെ വിദഗ്ധമായി പഠിപ്പിക്കാനും സുതാര്യമായി കാര്യങ്ങൾ നിർവഹിക്കുവാനുമുള്ള ഒരു വലിയ കൃപയാണ് ദൈവം ഈ സ്ഥാപനത്തിൽ തന്നിരിക്കുന്നത്. നമുക്ക് കോടാനുകോടികളുടെ നിക്ഷേപമൊന്നും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല, അത് ആവശ്യവുമില്ല. കോടാനുകോടി അതൊക്കെ നാശത്തിലേക്കുള്ള പോക്കാണ്. നമുക്ക് മിതമായ തോതിൽ നഷ്ടമില്ലാത്ത തരത്തിൽ കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ചിലവുണ്ട്, സ്റ്റാഫിനും മറ്റൊക്കെ ചിലവുണ്ട്. അതിന് ഉചിതമായൊരു ഫീസ്, പൊതുജന സഹായം, ഇതൊക്കെ നമുക്ക് കിട്ടും. ഞാൻ കണ്ടിരിക്കുന്നത് നമ്മളത് ഔദാര്യങ്ങൾ കൊടുക്കും തോറും നമുക്ക് കിട്ടുന്ന സംഭാവനകൾ കൂടുതലായിട്ടാണ് ചെയ്തിരിക്കുന്നത്.
പ്രത്യേകിച്ച് ഇതിൻ്റെ പ്രഥമ ഡയറക്ടർ മോൺസിഞ്ഞോർ മാത്യു മുരിങ്ങാത്തേരി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു പൈസയില്ല. അന്ന് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇവിടുത്തെ ബിഷപ്പ് ജോർജ് ആലപ്പാട്ട് പിതാവ് 400 രൂപയും 4 ഏക്കർ സ്ഥലവും കൊടുത്തിട്ടാണ് അച്ഛനെ ഇങ്ങോട്ട് ബ്ലെസ് ചെയ്ത് ഇങ്ങോട്ട് അയച്ചത്. അത് ഇപ്പോൾ അത് എത്ര വില മൂല്യം ഉണ്ടാകും എന്ന് ആലോചിച്ച് നോക്കുകയാണ്. മുരിങ്ങാത്തേരി അച്ഛനും ആലപ്പാട്ട് പിതാവൊക്കെ സ്വർഗത്തിലിരുന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ റിസർച്ച് വിംഗം നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഏറ്റവും നന്നായിട്ട് നടക്കട്ടെ. നമ്മുടേതായ അന്ന് അബ്ദുൽ കലാം 2 പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞത്, വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? യു ആർ സ്പീക്കിംഗ് അബൌട്ട് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഗ്രേറ്റ് പീപ്പിൾ റൈറ്റ് ഫ്രം ഹിപ്പോക്രൈറ്റസ്. പക്ഷേ ഇനി വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ? എ സെൻസ് ഓഫ് റിസർച്ച് ഇസ് എ മസ്റ്റ് ഫോർ യങ് ഡോക്ടേഴ്സ് എന്ന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു കാവ്യാത്മകത നമ്മുടെ സ്ഥാപനത്തിലുണ്ടായിരുന്നു. അതിനെ സഹായിച്ചവർ യാതൊരു ശമ്പളവും പോലും പറ്റാതെ സഹായിച്ച ബഹുമാനപ്പെട്ട ആദ്യകാല സിസ്റ്റേഴ്സ്, അങ്ങനെ പലരും, നമ്മുടെ ഡോക്ടർ ഈഡൻ ബാല തുടങ്ങിയവരൊക്കെ എത്ര നിസ്സാരമായ ശമ്പളത്തിനാണ് ഇവിടെ വർക്ക് ചെയ്തിരുന്നത്. ശമ്പളമല്ല അവർ നോക്കിയിരുന്നത്, സേവനത്തിൻ്റെ മഹത്വമാണ്. അതിലൂടെ വരുന്ന ദൈവാനുഗ്രഹമാണ് എല്ലാവർക്കും ലഭിക്കുക. അത് സ്ഥിരമായി ലഭിക്കുകയും ചെയ്യും, തലമുറകളോളം നിലനിൽക്കുകയും ചെയ്യും. അത് തുടരട്ടെ. ഇന്ന് റെന്നിച്ച് പറഞ്ഞൊരു ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഇത് സ്വമേധയാ രക്തദാനം ചെയ്യുന്നത് ആഗോള വ്യാപകമായി ആചരിക്കാൻ തുടങ്ങിയിട്ട് 20ാമത്തെ വർഷമാണ്. അതിന് മുമ്പേ ബ്ലഡ് ഡൊണേഷനൊക്കെ ഉണ്ട്. നമ്മേക്കാൾ കൂടുതലായിട്ട് പഞ്ചാബ്, ഹരിയാന, ബോംബെ ആ പ്രദേശത്തുള്ളവരൊക്കെ ഒരുപാട് രക്തം കൊടുത്തിരുന്നു. അവിടെ രക്തം ഒരു പ്രശ്നമൊന്നുമല്ല, രക്തം കണ്ടില്ലെങ്കിലേ അവർക്ക് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ധാരാളം നമ്മേക്കാളൊക്കെ വളരെ കൂടുതൽ അവരാണ് രക്തം കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആളുകളും ഒട്ടും മോശമല്ല. നമ്മുടെ വിദ്യാർത്ഥികൾ ഒക്കെ ധാരാളം മുന്നോട്ട് വന്നിട്ടുണ്ട്. ഞാൻ തന്നെ 77 പ്രാവശ്യം രക്തം ചെയ്തു. പിന്നെ ഡയബറ്റിസ് കയറി പിടിച്ച കാരണം കൊണ്ട് പിന്നെ ഡൊണേറ്റ് ചെയ്യേണ്ട എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞതുകൊണ്ടാണ് നിർത്തിയത്. അല്ലെങ്കിൽ എനിക്ക് 100 ഒപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. എന്നാലും 77 പ്രാവശ്യം കൊടുക്കാൻ സാധിച്ചല്ലോ. എന്നേക്കാൾ കൂടുതൽ കൊടുത്ത ആളുകളെ എനിക്ക് പരിചയമുണ്ട്. മദ്രാസിലെ 2 ജെസ്വിറ്റ് വൈദികർ 100-ലേറെ പ്രാവശ്യം രക്തം കൊടുത്തിട്ട് പ്രസിഡൻറ്റിൻ്റെ മെഡൽ വാങ്ങിച്ചിട്ടുള്ള വ്യക്തികളുണ്ട് അവിടെ. അത് ദാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നാം എന്ത് ദാനം ചെയ്തോ അത് 10 ഇരട്ടിയായിട്ട് തിരിച്ചു വരും എന്നുള്ള ആ ഒരു സങ്കല്പമാണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനം എത്ര വലുതായാലും പാവങ്ങളോടുള്ള കരുണ, സർവീസ് വിത്ത് ലവ് എന്നുള്ളത് എന്നും നിലനിൽക്കട്ടെ. ഇപ്പോഴും എൻ്റെ അറിവനുസരിച്ച് 60 രാജ്യങ്ങളിൽ മാത്രമേ സ്വമേധയ ബ്ലഡ് ദാനം ചെയ്യുന്ന വ്യക്തികളുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്തൊന്നും ഈ പരിപാടി ഇല്ല. അപ്പോൾ രക്തദാനം ഇന്നും നമ്മുടെ ഡോക്ടർമാരുടെയും മറ്റ് അഭ്യസ്ത വിദഗ്ധരുടെയും ഒരു ചുമതലയായിട്ട് കണക്കാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങളോടും നാം ഓരോരുത്തരും രക്തദാനം ചെയ്ത് രക്തബന്ധുക്കളായി സ്നേഹസമൂഹം സൃഷ്ടിക്കാനായി നമ്മെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിന് അത്യുത്സാഹം കാണിച്ച ഡിപ്പാർട്ട്മെൻറ്റിന്, കാരണം ഞാൻ സാധാരണ ഇപ്പോൾ കുറേ നാളായിട്ട് 1-2 വർഷമായിട്ട് ഒന്നും പോകാറില്ല. പോകാൻ പറ്റാത്തതുകൊണ്ടാണ്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഇതിപ്പം അവർ പൊക്കിക്കൊണ്ടുവന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. അതുകൊണ്ട് അവർക്ക് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ എല്ലാ അധ്യാപകരെയും ഈ ഒരു അവസ്ഥയിലേക്ക് കോളേജിന് ഉയർത്തിയ എല്ലാ അധ്യാപകരെയും, ചിലരൊക്കെ പിരിഞ്ഞു പോയിട്ടുണ്ട്, ചിലർ ഭരിച്ചു പോയിട്ടുണ്ട്, അവരെല്ലാം ഓർത്തുകൊണ്ട് എല്ലാവർക്കും നമോകം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. Thank you.